CPM-നെതിരെ ഉയർന്ന പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് വിവാദം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. വെളിപ്പെടുത്തൽ നടത്തിയ കുഞ്ഞികൃഷ്ണന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും CPM-ന് ലഭിച്ച പരാതി പോലീസിന് കൈമാറണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഭരണപക്ഷാംഗങ്ങൾ ആരും ഈ വിഷയത്തിൽ സംസാരിച്ചില്ല. വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് വ്യക്തമാക്കിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയത്. CPM-നെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന വിഷയം തന്നെയാണ് പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ്. ഇത് മനസ്സിലാക്കിയാണ് അടിയന്തര പ്രമേയ നോട്ടീസായി തന്നെ വിഷയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. MLA TI മധുസൂദന്റെ ഓഫീസിന് നേരെ മാർച്ച് നടത്തിയ പ്രവർത്തകരെ മർദ്ദിച്ചത് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ തന്ത്രപരമായ നിലപാട്. ഭരണപക്ഷത്തിന് പ്രതിരോധം തീർത്ത സ്പീക്കർ നോട്ടീസ് തള്ളി. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കുവാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. വിഷയം സഭയിലല്ലാതെ എവിടെ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. സ്ത്രീകളടക്കമുള്ള ആളുകളെ കുറുവടികളുമായി ആക്രമിച്ച് നിരവധി പേര് ആശുപത്രിയിൽ കിടക്കുകയും ഇവരെയെല്ലാം കൊന്നൊടുക്കുമെന്ന് CPM നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ ഒരു വിഷയം ഈ സഭയിലല്ലാതെ പിന്നെ എവിടെ പോയി പറയും? സ്പീക്കർ വഴങ്ങാതായതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. സംസ്ഥാന ഗവൺമെന്റ് റൂൾസ് നടപ്പാക്കുന്ന ഘട്ടത്തിൽ സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയ പ്രതിപക്ഷം സർക്കാർ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനമുയർത്തി. ഞങ്ങളുടെ പ്രവർത്തകരെ, സ്ത്രീകളടക്കമുള്ള ആളുകളെ ക്രൂരമായി പുറകിൽ നിന്ന് വന്ന് കുറുവടികളുമായി ആക്രമിച്ച് ആശുപത്രിയിലാക്കിയ ഒരു സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രതിപക്ഷം സഹകരിച്ചില്ലെങ്കിലും ഭരണപക്ഷാംഗങ്ങളെ വെച്ച് സ്പീക്കർ ഇന്നത്തെ നന്ദിപ്രമേയ ചർച്ച പൂർത്തിയാക്കി. മീഡിയ 1 തിരുവനന്തപുരം. വ്യക്തമായി കാണാവുന്നതാണ്. വി കുഞ്ഞികൃഷ്ണനെതിരായ നടപടിയുടെ പിന്നാലെ പയ്യന്നൂർ CPM-ൽ കാര്യങ്ങൾ സങ്കീർണമാകുന്നു. കുഞ്ഞികൃഷ്ണനെതിരെ അണികളെ തെരുവിലിറക്കി പ്രതിരോധം തീർക്കാനാണ് CPM നീക്കം. പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടക്കുന്നതിനിടെ കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്ന വെള്ളൂർ സ്വദേശിയുടെ ബൈക്ക് തീയിട്ട് നശിപ്പിച്ചു. VK നിഷാദും പങ്കെടുത്തു. TI മധുസൂദനോടുള്ള വ്യക്തിവിരോധത്തിന്റെ പേരിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളെന്ന് വ്യാഖ്യാനിച്ച് കുഞ്ഞികൃഷ്ണന്റെ വാക്കുകളെ തള്ളിയ പാർട്ടി അണികൾക്ക് മുന്നിൽ മറുപടി നൽകാൻ വിയർക്കുകയാണ്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ തിരിമറി നടന്നിട്ടില്ലെങ്കിൽ രേഖകൾ പുറത്തുവിട്ടൂടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രതിസന്ധി മറികടക്കാൻ കുഞ്ഞികൃഷ്ണനെതിരായ നീക്കങ്ങൾ CPM ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി വലിയ തോതിൽ ആൾക്കാരെ പങ്കെടുപ്പിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പയ്യന്നൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ കരുവാച്ചേരിയിൽ ഇന്നലെ രാത്രി പ്രകടനവും കുഞ്ഞികൃഷ്ണന്റെ കോലം കത്തിക്കലും നടന്നു. ഇന്ന് പ്രാദേശിക തലത്തിലെ റിപ്പോർട്ടിംഗ് കഴിയുന്നതോടെ വിശദീകരണ പരിപാടിയടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. കുഞ്ഞികൃഷ്ണന് അനുകൂലമായി നടന്ന പ്രകടനത്തിൽ പങ്കെടുത്തതിന് പിന്നാലെ വെള്ളൂരിലെ പ്രസന്നന്റെ ബൈക്ക് അക്രമികൾ തീയിട്ട് നശിപ്പിച്ചു. സംഭവത്തിൽ പ്രസന്നൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ CPM പ്രവർത്തകർ പടക്കം പൊട്ടിച്ച് പ്രതിഷേധിച്ചിരുന്നു. പ്രകടനം തുടങ്ങുന്ന ഘട്ടത്തിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട VK നിഷാദും പങ്കെടുത്തു. വിധി വന്ന 1 മാസത്തിനിടെ 1 മാസത്തോളം പരോൾ ലഭിച്ച നിഷാദ് ചട്ടങ്ങൾ ലംഘിച്ച് മുദ്രാവാക്യം വിളിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിക്കാർ തന്നെ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. പരോൾ കാലാവധി പൂർത്തിയാക്കി നിഷാദ് ഇന്നലെ വൈകിട്ട് ജയിലിൽ തിരിച്ചെത്തി. നിഷാദ് ചട്ടങ്ങൾ ലംഘിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുത്തതിൽ അന്വേഷണം നടത്താൻ ജയിലധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ. NSS-മായുള്ള സാമുദായിക സഖ്യം പൊളിഞ്ഞതിന് പിന്നിൽ SNDP-യുടെ രാഷ്ട്രീയ നീക്കം. BDJS-നെ പിന്തുണയ്ക്കണമെന്ന SNDP ആവശ്യത്തെ തുടർന്നാണ് NSS പിന്മാറ്റം. തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനാക്കിയത് BJP തന്ത്രമാണെന്ന തിരിച്ചറിവും സഖ്യം വേണ്ടെന്ന നിലപാടിലേക്ക് സുകുമാരൻ നായരെ എത്തിച്ചു. സുകുമാരൻ നായർ തന്നെയാണ് തീരുമാനം ഡയറക്ടർ ബോർഡിനെ അറിയിച്ചത്. മീഡിയ 1 എക്സ്ക്ലൂസീവ്. ഐക്യവുമായി മുന്നോട്ട് പോകുന്നില്ല, തീരുമാനവുമായി മുന്നോട്ട് പോകുന്നില്ല. പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിരിക്കുന്നു. സമുദായ ഐക്യത്തിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള SNDP നീക്കം ആദ്യം തിരിച്ചറിഞ്ഞതും സുകുമാരൻ നായർ തന്നെ. NSS-മായി സഖ്യം ചേർന്ന BDJS അനുകൂല സാഹചര്യമൊരുക്കാനായിരുന്നു SNDP നീക്കം. BDJS-നെ സഹായിക്കണമെന്ന ആവശ്യം SNDP NSS-ന് മുന്നിൽ വെച്ചു. BJP എന്നും NSS അകറ്റി നിർത്തിയിട്ടുണ്ട്. ഐക്യം അവസരമാക്കി നേട്ടമുണ്ടാക്കാനായിരുന്നു BJP-യുടെ നോട്ടം. NDA നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനാക്കിയതിന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നില്ല. നീക്കം തിരിച്ചറിഞ്ഞ NSS ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ തന്ത്രം തുടക്കത്തിലേ പൊളിച്ചു. സമദൂര നിലപാടിൽ വെള്ളം ചേർക്കുന്നതിന് തുല്യമാകുമെന്ന തിരിച്ചറിവ് കൂടിയാണ് NSS-ന്റെ പിന്മാറ്റത്തിന് പിന്നിൽ. സുകുമാരൻ നായർ തന്നെയാണ് ഡയറക്ടർ ബോർഡിൽ പിന്മാറ്റ തീരുമാനം അവതരിപ്പിച്ചതും. സമുദായ സഖ്യത്തിൽ നിന്ന് NSS പിന്മാറിയതോടെ എല്ലാം ക്രിസ്റ്റൽ ക്ലിയറായി എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. NSS
ആദ്യം എടുത്ത തീരുമാനവും രണ്ടാമതെടുത്ത തീരുമാനവും NSSന്റെ ആഭ്യന്തരമായ കാര്യമാണ്. അതിൽ കോൺഗ്രസ് നേതാക്കൾ ആരും ഇടപെട്ടിട്ടില്ല, ഇടപെടില്ല. കാര്യങ്ങളെല്ലാം കേരളത്തിന് വ്യക്തമാണല്ലോ, കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറാണ്. ഐക്യം തകർന്നതിനെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സഖ്യ ചർച്ചയ്ക്ക് പിന്നിലെ രാഷ്ട്രീയ നീക്കം പുറത്തായതോടെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം എന്താകുമെന്നതും ശ്രദ്ധേയമാണ്. മീഡിയ 1 തിരുവനന്തപുരം. വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് വൈകും. സെൻസർ അനുമതി നൽകണമെന്ന മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സെൻസർ ബോർഡിന് സാവകാശം നൽകിയില്ലെന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഉത്തരവ്. സിനിമയ്ക്ക് US സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിയാണ് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സ്വാഭാവിക നീതി പാലിക്കപ്പെട്ടില്ലെന്ന് നിരീക്ഷിച്ച കോടതി വിഷയം വീണ്ടും പരിഗണിക്കാൻ സിംഗിൾ ബെഞ്ചിന് തിരിച്ചയച്ചു. സെൻസർ ബോർഡിന് മറുപടി നൽകാൻ മതിയായ അവസരം നൽകിയ ശേഷം സിംഗിൾ ബെഞ്ച് പുതിയ തീരുമാനമെടുക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ പറയുന്നു. ഹർജിയിൽ ഭേദഗതി വരുത്താൻ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസിനും കോടതി അനുമതി നൽകി. സെൻസർ ബോർഡിന്റെ ഭാഗം കേൾക്കാതെ കേസിലെ വസ്തുതകളിലേക്ക് സിംഗിൾ ബെഞ്ച് കടക്കാൻ പാടില്ലായിരുന്നുവെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. CBFC പറഞ്ഞ മാറ്റങ്ങൾ മുഴുവൻ വരുത്തിയിട്ടും അകാരണമായി സർട്ടിഫിക്കറ്റ് തടഞ്ഞുവെന്നാണ് നിർമ്മാതാക്കളുടെ വാദം. ജനുവരി 9 പൊങ്കൽ റിലീസായായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്നത്. എന്നാൽ റിലീസിന് ദിവസങ്ങൾക്ക് മുൻപ് ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ വന്നതോടെയാണ് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സാബു M. ജേക്കബിനെതിരായ 2020 NDA പ്രവേശനം. സാബു M. ജേക്കബിനെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടക്കുന്നതിനിടെ സാബുവിന്റെ കമ്പനി വിദേശ നിക്ഷേപത്തിൽ ഫെമ ചട്ടം ലംഘിച്ചെന്ന് കാട്ടിയെടുത്ത കേസിൽ ED സാബു M. ജേക്കബിനോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. സാബു M. ജേക്കബിന്റെ കമ്പനിയായ കിറ്റക്സ് ഗ്രൂപ്പിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് 2020 NDA പ്രവേശനം. കോടികൾ വിദേശത്ത് നിക്ഷേപിച്ച സാബുവിനെതിരെ ED ഫെമ ചട്ടലംഘനത്തിന് കേസെടുത്ത് 3 തവണ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ സാബു ഹാജരായില്ല. പകരം കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് EDക്ക് മുന്നിലെത്തിയത്. ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളുമായി സാബു M. ജേക്കബ് നേരിട്ട് ഹാജരാകണമെന്ന നിലപാട് ED സ്വീകരിച്ചു. കേസിൽ ED നടപടി കടുപ്പിക്കുന്നതിനിടെയാണ് 2020 NDA പ്രവേശനം. ജനുവരി 22 2020 NDAയ്ക്കൊപ്പം ചേരുന്നതായി BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം വാർത്താ സമ്മേളനം വിളിച്ച് സാബു M. ജേക്കബ് പ്രഖ്യാപിച്ചത്. കച്ചവട താൽപര്യം മുൻനിർത്തിയാണ് സാബുവിന്റെ NDA പ്രവേശനമെന്നായിരുന്നു കോൺഗ്രസും CPM ആരോപിച്ചത്. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം സാബുവിന്റെ മറുപടി ഇതായിരുന്നു. ആരെങ്കിലും മുന്നിൽ ഒരു പണം നീട്ടിക്കാണിച്ചാൽ ചാടി വീഴുന്ന ഒരാളായിട്ടാണോ സാബു ജേക്കബിനെ കണ്ടിരിക്കുന്നത്? കോടികളല്ല, ആയിരക്കണക്കിന് കോടികൾ വന്നു കഴിഞ്ഞാലും അത് കണ്ട് മനസ്സ് മാറുന്ന ഒരു വ്യക്തിയല്ല 2020 ആളുകൾ. മുന്നണി വിപുലീകരണത്തിനും എതിരാളികളെ ഒതുക്കാനുമായി BJP കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന വിമർശനം നേരത്തെ മുതലുണ്ട്. കേരളത്തിലെ NDA വിപുലീകരണത്തിലും ED നീക്കങ്ങൾ ചർച്ചയാവുകയാണ്. മീഡിയ 1 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. പാളികൾ കൊടുത്തുവിട്ടതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അറ്റകുറ്റപ്പണി നടത്തിയതിൽ കൃത്യമായ രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പ്രശാന്ത് അന്വേഷണ സംഘത്തോട് ആവർത്തിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തടയുന്നതിനായി സാമ്പത്തിക തട്ടിപ്പിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം 2ാം തവണയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്തത്. 2025 സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് നേരത്തെ നടന്ന കൊള്ള മറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നില്ലെന്ന് പ്രശാന്ത് അന്വേഷണ സംഘത്തോട് പറഞ്ഞു. എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ മരാമത്ത് വിഭാഗത്തെ അറിയിച്ചിരുന്നു. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്തത് മാത്രമാണ് ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ താൻ ബന്ധപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദേവസ്വം ബോർഡിലെ അംഗമായ അജികുമാറിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇരുവരുടെയും മൊഴി വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇതിനുശേഷമാകും ഇരുവരെയും പ്രതി ചേർക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. കുറ്റപത്രം വൈകുന്ന സാഹചര്യത്തിൽ പ്രതികൾ സ്വാഭാവിക ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയാണ്. ഒരു കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകും. ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തടയുകയാണ് SITയുടെ നീക്കം. സാമ്പത്തിക ഇടപാടുകളിൽ വിവിധ പരാതികൾ സ്വീകരിച്ച് പുതിയ കേസെടുത്ത് പോറ്റിയെ പൂട്ടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഇനിയും വൈകുമെന്നാണ് വിവരം. ഭാഗിക കുറ്റപത്രം തിരിച്ചടിയാകുമോ എന്ന സംശയം SITക്കുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കം. ദ്വാരപാലക ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ അനുമതി നൽകിയതിലെ തന്ത്രി കണ്ഠര രാജീവരുടെ പങ്ക് തെളിയിക്കുന്നതിന്റെ ഭാഗമായി കൈപ്പട പരിശോധിക്കാനും SIT ഒരുങ്ങുന്നുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ തിരുവനന്തപുരത്തെ ജയിലിലെത്തി അന്വേഷണ സംഘം പരിശോധന നടത്തും. മീഡിയ 1 തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി നിയമസഭയിൽ വീണ്ടും സത്യഗ്രഹ സമരവുമായി പ്രതിപക്ഷം. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് 2 MLA-മാർ സഭാ കവാടത്തിൽ സമരം ആരംഭിച്ചു. പ്രതിപക്ഷ സമരം ഹൈക്കോടതിക്കെതിരെയെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. സത്യഗ്രഹ സമരം തുടരുമെങ്കിലും സഭാ നടപടികളുമായി സഹകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സജീവമാക്കി നിർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് നിയമസഭാ കവാടത്തിൽ വീണ്ടും ആരംഭിച്ച സത്യാഗ്രഹ സമരം. മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ട് കരുനാഗപ്പള്ളി MLA CR മഹേഷ്, പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം എന്നിവരാണ് സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. പ്രതിഷേധത്തിനൊപ്പം സഭാ നടപടികളുമായി സഹകരിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ഞങ്ങളുടെ 2 അംഗങ്ങൾ CR മഹേഷും നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെന്ന് അങ്ങേ അറിയിക്കും. പ്രതിപക്ഷ MLA-മാരുടെ സമരം ഹൈക്കോടതിക്കെതിരെയെന്ന് മുഖ്യമന്ത്രി. ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത്. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക. നിയമസഭയിലെ പ്രതിപക്ഷ സമരം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള നീക്കവും സർക്കാർ നടത്തും. മീഡിയ 1 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. ദേവസ്വം മന്ത്രി രാജിവെക്കുക, മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലകളിൽ കലക്ടറേറ്റുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശബരിമല സ്വർണ്ണക്കൊള്ള സജീവ വിഷയമായി നിലനിർത്തുകയാണ് കോൺഗ്രസ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും നിലവിലെ മന്ത്രി VN വാസവനെയും അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഏതു മാളത്തിൽ പോയി ഒളിച്ചാലും സ്വർണ്ണക്കൊള്ളക്കാരെ പുറത്തു കൊണ്ടുവരാൻ UDF അവസാനം വരെ പ്രവർത്തിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. ഈ വാസവൻ അറിയാതെ രണ്ടാമത് 2024 ഇത് വീണ്ടും പൂശാൻ വേണ്ടി കൊണ്ടുപോവോ? കാരണം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. പ്രശാന്തിന്റെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. ദേവസ്വം മന്ത്രി അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ല. കടകംപള്ളി അറിയാതെ 2019 നടക്കില്ല. വാസവൻ അറിയാതെ 2024 നടക്കില്ല. നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണം തയ്യാറാവുന്നില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. സ്വർണം കട്ടവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ CPM തയ്യാറാവുന്നില്ലെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. കളക്ടറേറ്റുകളിലേക്ക് നടന്ന മാർച്ചിലും നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് പങ്കെടുത്തത്. കാസർഗോഡ് നടന്ന മാർച്ചിനിടെ സംഘർഷമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം. മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശിവൻകുട്ടി വിഡ്ഢിത്തം മാത്രം പറയുന്ന ആളാണ്. ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടായല്ലോ എന്നും VD സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റേത് തരം താണ പദപ്രയോഗമാണ്. അച്ഛന്റെ പ്രായമുള്ളവരെ പോലും അധിക്ഷേപിക്കുന്നയാളാണ് സതീശനെന്നും ശിവൻകുട്ടി മറുപടി നൽകി. മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടുമടക്കി കുത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ച ഒരുത്തനാണ്. നമുക്ക് ക്ലാസ് എടുക്കുകയാണ് ഈ സണ്ണി വക്കീലിനെ, എനിക്കൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ. എന്തിന് നിയമസഭയിൽ പ്രവർത്തിക്കണോ? അതായത് നമ്മൾ മര്യാദയ്ക്ക് വന്ന് എഴുന്നേറ്റ് നിന്ന് ഇത് പറഞ്ഞിട്ട് പോലല്ല, ഓന്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ. നാളുകൊണ്ടോ വാർത്ത വരുമെന്ന് കണ്ടാൽ എന്ത് വിഡ്ഢിത്തവും വായിൽ നിന്ന് വരുമോ? എന്ത് വിഡ്ഢിത്തോ വായിൽ നിന്നു? എന്ത് വിഡ്ഢിത്തോ? വിദ്യാഭ്യാസ മന്ത്രി. എന്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുക. എന്റെ പിള്ളേരെ ഓർത്ത് ഇവരൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. ഒരു പൊതുപ്രവർത്തകൻ ബൈക്കിലൂടെ ഒരിക്കലും പ്രസംഗിക്കാൻ പാടില്ലാത്ത തരംതാണ വാക്കുകൾ ഉപയോഗിച്ചുമാണ് അദ്ദേഹത്തിൻ്റെ അണികളെ ആവേശപ്പെടുന്നതിന് വേണ്ടി പ്രസംഗം നടത്തിയത്. അതേ ഭാഷയിൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആന്റണിക്കെതിരെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു. പത്തനംതിട്ട തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ പണ ഇടപാടിൽ ദുരൂഹതയുണ്ടെന്ന് ഉദയഭാനു പറഞ്ഞു. തന്ത്രി രാജീവര് പണം നിക്ഷേപിച്ച തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ആന്റണി പണം കൈപ്പറ്റിയതായി ആരോപണമുണ്ട്. MP-യുടെ ദുരൂഹ പണമിടപാടിൽ SIT അന്വേഷണം നടത്തണമെന്നും KP ഉദയഭാനു ആവശ്യപ്പെട്ടു. ശബരിമല തന്ത്രി 2.5 കോടി രൂപ തിരുവല്ലയിലെ നിർബർബിൾ ഫിനാൻസ് NN രാജുവിൻ്റെ വകയായിട്ടുള്ള ഫൈനാൻസിൽ ഡിപ്പോസിറ്റ് ചെയ്തതായി SIT കണ്ടെത്താൻ കഴിഞ്ഞു. ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ആന്റണി MP
2.5 കോടി രൂപ എടുത്തതായി പൊതുവെ നാട്ടിൽ അഭിപ്രായമുണ്ട്. ഈ തന്ത്രിയുമായും ആന്റവാനിലേക്കുള്ള സാമ്പത്തിക ബന്ധത്തെക്കുറിച്ചും SIT അന്വേഷിക്കുന്നു. കോഴിക്കോട് എലത്തൂരിലെ യുവതിയുടേത് ക്രൂര കൊലപാതകമെന്ന് പോലീസ്. പ്രതി വൈശാഖൻ പെൺസുഹൃത്തിനെ ജോലി സ്ഥലത്ത് വിളിച്ചു വരുത്തുകയായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ ഇരുവരും കഴുത്തിൽ കുരുക്കിട്ട ശേഷം വൈശാഖൻ യുവതിയുടെ സ്റ്റൂൾ തട്ടിമാറ്റി. കൊലപാതകത്തിന് ശേഷം യുവതിയെ പീഡിപ്പിച്ചുവെന്നും പോലീസ് പറയുന്നു. യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും പോലീസിന് ലഭിച്ചു. ഇൻഡസ്ട്രിയിലെ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. കഴിഞ്ഞ 24-നാണ് വൈശാഖന്റെ എലത്തൂരിലെ ഇൻഡസ്ട്രിയിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈശാഖനാണ് യുവതിയെ ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രി അധികൃതർ അറിയിച്ചതനുസരിച്ച് ഉടൻ എലത്തൂർ പോലീസ് ഇൻഡസ്ട്രിയിൽ നടത്തിയ പരിശോധനയിലാണ് സംഭവം കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞത്. വർഷങ്ങളായി യുവതിയും വൈശാഖനും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇത് ഭാര്യ അറിയുമെന്ന് ഭയന്നാണ് പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഒന്നിച്ചു മരിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ വിളിച്ചു വരുത്തിയ ശേഷം ജ്യൂസിൽ ഉറക്കഗുളിക കലർത്തി നൽകി. രണ്ടുപേർക്കും മരിക്കാനായി കുരുക്ക് തയ്യാറാക്കിയ വൈശാഖൻ യുവതി കഴുത്തിൽ കുരുക്കിട്ടയുടൻ സ്റ്റൂള് തട്ടിമാറ്റുകയായിരുന്നു. മരണം ഉറപ്പിച്ച ശേഷവും ഇയാൾ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും പോലീസിന് ലഭിച്ചു. ഇൻഡസ്ട്രിയിലെ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. യുവതിക്ക് പ്രായപൂർത്തിയാകും മുൻപും താൻ പീഡിപ്പിച്ചിരുന്നുവെന്നും വൈശാഖൻ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ഇതോടെ കേസിൽ പോക്സോ വകുപ്പും ചേർക്കും. മീഡിയ 1 കോഴിക്കോട്. എറണാകുളം തിരുവാങ്കുളത്ത് പാറമടയിൽ 16-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. ചോറ്റാനിക്കര VHSE സ്കൂളിലെ +1 വിദ്യാർത്ഥിനി ആദിത്യയാണ് മരിച്ചത്. ശാസ്താമുകൾ പാറമടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സെക്രട്ടേറിയറ്റ് ധർണ നടത്തി. അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി ഡോക്ടർമാർ നിരാഹാര സത്യഗ്രഹവും ആരംഭിച്ചു. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അന്യായമായി നീട്ടിവെക്കുന്നത് അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, അന്യായമായ പെൻഷൻ സീലിംഗ് കേന്ദ്ര നിരക്കിൽ പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KGMCTയുടെ സമരം. ഞങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാ ജീവനുകളും 100% രക്ഷിക്കണം എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും മെഡിക്കൽ കോളേജുകളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഞങ്ങൾ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാതെ തന്നെ കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഞങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും ഒരു പരിഹാരം ഉണ്ടാവാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ അതിന് സർക്കാർ ഇനിയെങ്കിലും അത് തിരിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാര നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. ഏറ്റവും വലിയ വ്യാപാര കരാറിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും അല്പസമയത്തിനകം ഒപ്പിടും. ഡൽഹിയിൽ തുടരുന്ന ഇന്ത്യ-യൂറോപ്യൻ ഉച്ചകോടിയിൽ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയായി. അമേരിക്കൻ നികുതി ഭീകരത മറികടക്കാൻ കരാർ സഹായിക്കും. എല്ലാ കരാറുകളുടെയും മാതാവെന്ന വിശേഷണത്തിന് അർഹമായ ഇന്ത്യ-യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് വൈകിട്ട് 4 മണിക്ക് പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയ കോസ്റ്റയും പങ്കെടുക്കുന്ന ഉച്ചകോടിയാണ് ഡൽഹി ഹൈദരാബാദ് ഹൗസിൽ നടക്കുന്നത്. രാജ്ഘട്ടിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് യൂറോപ്യൻ യൂണിയൻ മേധാവികൾ ചർച്ചയ്ക്കെത്തിയത്. കരാർ പ്രാവർത്തികമാകുന്നതോടെ നിർമ്മാണ മേഖലയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. भारत के 140 करोड़ लोगों और यूरोपीय देशों के करोड़ों लोगों के लिए बहुत बड़े अवसर लेकर आया है. ये दुनिया की 2 बड़ी इकोनॉमीज के बीच तालमेल का एक शानदार उदाहरण बना है. യൂറോപ്യൻ യൂണിയനുമായി 2007 തുടക്കം കുറിച്ച ചർച്ചകളാണ് ഇപ്പോൾ കരാറിലെത്തിയിരിക്കുന്നത്. കരാറിലൂടെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായ 27 രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇളവോടെ പ്രവേശനം സാധ്യമാകും. തീരുവ കുറയുമെന്നതിനാൽ യൂറോപ്യൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. അമേരിക്കൻ തീരുവ ഭീകരത മൂലം നട്ടം തിരിയുന്ന ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ ബിസിനസ്സിലടക്കം പുതുജീവൻ ലഭിക്കും. ആഗോള വ്യാപാര മേഖലയിലെ 5-1 ലോക ജനസംഖ്യയുടെ 1/4 ഈ രാജ്യങ്ങളിലായതിനാൽ ഇരു സമ്പദ് വ്യവസ്ഥയ്ക്കും കരാർ ഒരുപോലെ ഗുണം ചെയ്യും. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വൈനിന്റെ അടക്കം നികുതി കുറക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടിരുന്നു. പ്രതിരോധ രംഗത്തെ സഹകരണം, തൊഴിലാളികളെ എത്തിക്കുന്ന കരാർ എന്നിവയെല്ലാം മികച്ച നേട്ടമാണ്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള കാറുകളുടെ ഇറക്കുമതി തീരുവ 40% കുറയാനും സഹായിക്കും. അടുത്ത വർഷമാകും കരാർ പ്രാബല്യത്തിൽ വരിക. മീഡിയ 1 ഡൽഹി. വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിനെതിരായ ചികിത്സാ പിഴവ് ആരോപണത്തിൽ ബസ്മീറിന്റെ കുടുംബം DMOയ്ക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി.
ഗുരുതര ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ച ബിസ്മറിന് ഓക്സിജനും നെബുലൈസേഷനും നൽകിയത് നിരന്തരം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ്. ആംബുലൻസിൽ കയറ്റിയപ്പോൾ ബിസ്മറിന്റെ വായിൽ നിന്ന് നുരയും പതയും വന്നു. CPR നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ നൽകിയില്ലെന്നും പരാതിയിൽ പറയുന്നു. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ബിസ്മറിന്റെ കുടുംബം ആരോപിച്ചു. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയത്. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്നും ബസിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ലെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ജനുവരി 16-ന് ബസ് യാത്രയ്ക്കിടെ ദീപകിന്റെ വീഡിയോ യുവതി പകർത്തുകയും പിന്നീട് സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു. ദീപകിന്റെ ഉൾപ്പെടുന്ന 7ഓളം വീഡിയോകളാണ് ഷിംജിതയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് ഷിംജിതയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസ് നീക്കം. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട. വിദേശ വനിതയിൽ നിന്ന് 4 കോടി രൂപ വില വരുന്ന ലഹരി വസ്തു കസ്റ്റംസ് പിടികൂടി. 4 കിലോ മെത്താക്വലോണാണ് പിടിച്ചെടുത്തത്. ടോഗോ സ്വദേശി ലാത്തിഫാറ്റോ ഔറോ ആണ് പിടിയിലായത്. ദോഹയിൽ നിന്ന് കൊച്ചി ഡൽഹി വിമാനത്തിലെത്തിയായിരുന്നു യുവതി. ബാഗിലും ദേഹത്തുമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തു. കസ്റ്റഡിയിലുള്ള യുവതിയെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. മകരവിളക്ക് ദിവസം ശബരിമല വനമേഖലയിൽ സിനിമാ ചിത്രീകരണം നടത്തിയതിന് സംവിധായകൻ അനുരാജ് മനോഹറിനെതിരെ വനം വകുപ്പ് കേസെടുത്തു. പത്തനംതിട്ട റാന്നി ഡിവിഷനിലാണ് വനത്തിൽ അതിക്രമിച്ചു കയറിയെന്ന കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. ചിത്രീകരണം നടന്നത് അതീവ സുരക്ഷാ മേഖലയായ പെരിയാർ കടുവ സങ്കേതത്തിന്റെ ഭാഗത്താണോ എന്ന് പരിശോധിച്ചു വരികയാണ്. അതേസമയം താൻ പമ്പയിലാണ് ചിത്രീകരണം നടത്തിയതെന്നും സന്നിധാനത്ത് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ADGP ശ്രീജിത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പമ്പ തെരഞ്ഞെടുത്തതെന്നുമാണ് സംവിധായകന്റെ വിശദീകരണം. കോഴിക്കോട് താമരശ്ശേരിയിൽ ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. താമരശ്ശേരി ചുങ്കം ചുണ്ടക്കുന്നുമൽ ആരിഫയുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ആരിഫയും സഹോദരിയുടെ 2 മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. അപകടം നടക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുൻപ് പുറത്തുപോയിരുന്നു. ഇതോടെ വൻ ദുരന്തമൊഴിവായി. വീട് പൂർണ്ണമായും തകർന്നു. ഇനി ഡൽഹിയിൽ നടക്കുന്ന ഉച്ചകോടിയിലേക്കാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ അല്പസമയത്തിനകം തന്നെ ഒപ്പുവെക്കുന്ന ദൃശ്യങ്ങളിലേക്കാണ്. അമേരിക്ക ഉയർത്തിയ അധിക നികുതി ഭാരം മറികടക്കാൻ ഈ വ്യാപാര കരാർ കൊണ്ട് സാധ്യമാകുമെന്നാണ് ഇന്ത്യൻ പ്രതീക്ഷ. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി എത്തിയിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്ത്യ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഇന്ത്യ യൂറോപ്യൻ വ്യാപാര കരാർ ഒപ്പുവെച്ചത്. We now have the signing of the comprehensive framework on cooperation on mobility. This document will be signed by His Excellency Mr. Maros Sefcovic, European Commissioner for Trade and Economic Security, and Dr. S. Jaishankar, External Affairs Minister of India. ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിലാണ് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത്. ഇതോടെ സ്വതന്ത്ര വ്യാപാര കരാർ അടുത്ത വർഷമായിരിക്കും നിലവിൽ വരിക. ഇതോടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഉയർത്തിയ അധിക നികുതി ഭാരം മറികടക്കാൻ ഈ വ്യാപാര കരാർ തുണയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, വളരെ സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ് ഇന്ത്യയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇനി അമേരിക്കൻ നികുതി ഭാരം മറികടക്കാൻ ഈ കരാർ വഴി സാധിക്കുമെന്നാണ്. കരാർ അടുത്ത വർഷമാണ് നടപ്പിലാക്കുന്നത് എന്നുകൂടി അറിയുന്നു. ഇന്ത്യ എന്തൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നു വ്യാപാര കരാറിലൂടെ? വളരെ സുപ്രധാനമായ കരാറാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ആഗോള തലത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക ജനസംഖ്യയുടെ 25% ഈ 2 സമ്പദ് വ്യവസ്ഥകളിലുമായിട്ടാണ് ജീവിക്കുന്നത്. ഈ ആഗോള വ്യാപാരത്തിൽ തന്നെയായാലും ഒരു 5-1 നടക്കുന്നത് ഇവിടെയാണ്. അവിടെയാണ് വലിയ തരത്തിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നത്. പ്രതിരോധ രംഗത്തും ഉൾപ്പെടെയുള്ള കരാറാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഭക്ഷ്യവസ്തുക്കളുടെ അടക്കമുള്ള നികുതി പൂർണ്ണമായിട്ടും സംസ്കരിച്ചവരെ ഒഴിവാക്കുകയും
കാറുകളുടെ അടക്കം നികുതി എടുത്ത് കളയുകയും വളരെയധികം കുറയ്ക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കരാറാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ 110% വരെ നികുതി ഉണ്ടായിരുന്ന കാർ വില ഒരു 10% വരെ എടുത്തു കളയുകയും പല മേഖലകളിലും 90% വരെ നികുതി കുറയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ കരാറിലൂടെ നാം കാണുന്നത്. 150% ഉണ്ടായിരുന്ന വൈനുകളുടെ നികുതി 20% എന്ന രീതിയിലേക്ക് കുറയുകയാണ്. അതായത് ഇന്ത്യയുമായി വളരെയധികം വ്യാപാര ബന്ധമുണ്ടായിരുന്ന അമേരിക്ക തീരുവ ഭീകരത നടപ്പിലാക്കിയതോടുകൂടിയാണ് പുതിയ രംഗത്തേക്ക് പുതിയ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കണ്ണുനട്ട് പലതരത്തിലുള്ള സഹകരണം അഭ്യർത്ഥിച്ചിരുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ ഇന്ത്യയിലെത്തുകയും കഴിഞ്ഞ 24-ാം തീയതി മുതൽ അവർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുകയും മുഖ്യാതിഥികളായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു ചരിത്രം എഴുതിയ കരാർ തന്നെ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ തരത്തിലുള്ള ഈ അമേരിക്കയിലെ നികുതി ഭീകരത കാരണം അമേരിക്കയിലുള്ള കയറ്റുമതി മുടങ്ങുകയും തിരുപ്പൂർ ഉൾപ്പെടെയുള്ള ടെക്സ്റ്റൈൽ മേഖല തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് നാം കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളായി കണ്ടുകൊണ്ടിരുന്നത്. അതെല്ലാം ഇനി പുനരുജ്ജീവിപ്പിക്കുകയും അവിടെ യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിലായിരിക്കും സമീപ രാജ്യങ്ങളിലടക്കം ഇത്തരത്തിലുള്ള ഒരു ഗുണം ഇന്ത്യ വിപണിയിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ വില കുറയാൻ കാരണമാകും. ഇതോടുകൂടി ആ വിപണിയിലേക്ക് ഇന്ത്യക്ക് കൂടുതൽ കയറ്റുമതി നടത്താൻ കഴിയും. അതേപോലെ തന്നെ അവർക്കാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ വലിയൊരു വിപണിയാണ് തുറന്നു തരുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും നിർമ്മാണ മേഖലയിലായിരിക്കും, വാഹന നിർമ്മാണ മേഖല തുടങ്ങിയവയിൽ വലിയ തരത്തിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഇടപാടുകളുടെയും മാതാവ് എന്ന് തന്നെയാണ് ഈ കരാറിനെ അറിയപ്പെടുന്നത്. അങ്ങനെ ആ കരാർ ഒപ്പിട്ട ഒരു സുവർണ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ ഡൽഹി ഹൈദരാബാദ് ഹൗസിലാണ് ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഈ മേധാവികൾ യൂറോപ്യൻ യൂണിയന്റെ മേധാവികൾ ഹൈദരാബാദ് വളരെ സുപ്രധാനമായ ചരിത്രപരമായ നിമിഷങ്ങൾക്കാണ് ഡൽഹി ഉച്ചകോടി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇന്ത്യ യൂറോപ്യൻ വ്യാപാര കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇതുവഴി അമേരിക്കന്റെ ഉപരോധത്തെ മറികടക്കാനും കൂടുതൽ മേഖലകളിൽ അതായത് പ്രതിരോധ വ്യാപാര മേഖലകളിൽ വലിയ സഹകരണവും ഇന്ത്യയും അത് യൂറോപ്യൻ യൂണിയനും തമ്മിൽ ലക്ഷ്യമിടുന്നു. അതിലേക്കുള്ളൊരു വലിയ സുപ്രധാന നേട്ടം. കരാർ അടുത്ത വർഷമായിരിക്കും പ്രാബല്യത്തിൽ വരിക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി കായിക വാർത്തകളിലേക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് പുതിയ സീസണിന്റെ സമയക്രമം പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 14 ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും. വൈകിട്ട് 5 കൊൽക്കത്തയിലാണ് ഉദ്ഘാടന മത്സരം. അതേ ദിവസം രണ്ടാം മത്സരത്തിൽ രാത്രി 7:30 FC ഗോവ പുതുമുഖങ്ങളായ ഇന്റർ കാശിയെ നേരിടും. 91 മത്സരങ്ങൾ മാത്രമായിരിക്കും ഇത്തവണ ലീഗിലുണ്ടാവുക. ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾക്ക് കോഴിക്കോട് EMS സ്റ്റേഡിയം വേദിയാകും.